അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിറവല്ലാഹ്. ബഹുമാനമുള്ളവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹീതരായ ഔലിയാക്കളുടെ പല ചരിത്രങ്ങളും നമ്മളൊക്കെ പലപ്പോഴായി കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ അതിലൊന്ന് പെട്ടുകിട്ടാനുള്ള ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്തവരുണ്ടാവുകയില്ല. വിലായത്തിൻ്റെ മർത്തബ, ഔലിയാക്കളുടെ സ്ഥാനം കിട്ടാൻ കൊതിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. പക്ഷേ അതിലെത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ്. എന്നാൽ ഒരു നല്ല പ്രാർത്ഥന അത് മുഖേന വിലായത്തിൻ്റെ അഹ്ലുകാരിൽ, അതായത് ഔലിയാക്കളുടെ പട്ടികയിൽ പെട്ടുകിട്ടാൻ കഴിയുമെന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഹിജ്റ 200 വഫാത്തായിപ്പോയ മഹാനായ ഇമാം മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചില്ലറക്കാരനല്ലല്ലോ, നമുക്കറിയാം. ഖബറുഹു മഷ്ഹൂറും മാറൂഫുൻ യുസാർ വയുതബറക്കു ബിഹി. ബഹുമാനപ്പെട്ടവർ വഫാത്തായതിനു ശേഷവും മഹാനവറുകളുടെ ഖബറിൽ ചെന്നുകൊണ്ട്, മഹാനവറുകൾ അന്ത്യവിശ്രമം ചെല്ലുന്ന സ്ഥലത്ത് ചെന്നുകൊണ്ട് ആളുകളെല്ലാം ബഹുമാനപ്പെട്ടവരെ കൊണ്ട് പുണ്യം നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇമാം ഷാറാനി തങ്ങൾ തബക്കാത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചില്ലറക്കാരനല്ല. ബഹുമാനപ്പെട്ടവരെ പറഞ്ഞതായി കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത്ത സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അർഹം ഉമ്മത്ത സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഫർരിജൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രാർത്ഥന ദിനേന 10 തവണ ഒരാൾ പ്രാർത്ഥിച്ചാൽ സ്വാറമിനൽ അബ്ദാൽ, അദ്ദേഹം ഔലിയാക്കളുടെ ഉന്നത ശ്രേണികളിൽപ്പെട്ട ഒരു വിഭാഗമാണ് അബ്ദാൽ എന്ന് പറയുന്ന വിഭാഗം. ആ വിഭാഗത്തിൽ പെട്ടുകിട്ടുമെന്ന് ഇമാം മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മഹാനായ ഹില്യത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായി കാണാൻ കഴിയും. ഞാനിത് പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിനെ സ്നേഹിക്കുക എന്നതും, അതോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട വലിയ ആത്മീയ രാജാക്കന്മാരായ ഗൗസുൽ ആലമിനെ പോലെ, ഇഫായി ഷെയ്ഖിനെ പോലെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെ, വസാരി ഇമാമിനെ പോലെ, സ്വഹാബത്തിനെ പോലെ വലിയ പ്രമുഖരായ ആളുകൾക്കൊക്കെ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണല്ലോ അത്. സ്വാഭാവികമായും ഔലിയാക്കളുടെ ശ്രേണിയിലേക്ക് എത്തിപ്പെടും എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. മാത്രമല്ല, ഹിജ്റ 200 വഫാത്തായി പോയ ഇമാം മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറഞ്ഞത് മാത്രമല്ല, മഹാനായ ഇമാം അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരും ഇതേ ദുആ, അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന കാരണം അബ്ദാലുകളുടെ ലിസ്റ്റിൽ, ഔലിയാക്കളുടെ ലിസ്റ്റിൽ പെട്ടുകിട്ടുമെന്ന് പറഞ്ഞതായി ഇമാം ഷാറാനി തങ്ങൾ അദ്ദേഹത്തിൻ്റെ മിനനുൽ കുബറയിൽ പറയുന്നുണ്ട്. അവിടെ പ്രത്യേകമായി ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ട് എന്നത് സത്യമാണ്. കാരണം ഖദ് സ്വാഫഹ്തുഹു ബി കഫി ഹാദിഹി, എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വ അഖ്ബറനി അന്നമൻ ഖാല കുല്ല സ്വബാഹിൻ, എല്ലാ പ്രഭാതത്തിലും ഒരു ദുആ പ്രാർത്ഥിക്കുന്ന ഒരാൾ, അഥവാ അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മത്തി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത്ത സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ തജാവസ് അൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എല്ലാ പ്രഭാതത്തിനും ഒരാൾ ഉരുവിട്ടാൽ സ്വാറമിനൽ അബ്ദാൽ, അയാൾ അബ്ദാലുകളിൽപ്പെട്ട ആളാകുമെന്ന് എന്നോട് ഖിളിർ നബി പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ കഴിയും. ആ സമയം അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പ്രത്യേകമായ ഈ ഇജാസത്ത് ഏറ്റുവാങ്ങിയ ചില ശിഷ്യന്മാർ മുർസി തങ്ങളുടെ കൂടെ ശൈഖായ മഹാനായ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ ശിഷ്യനും ഞങ്ങളുടെ ഗുരുവുമായ അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ മഹാനായ ഷാദുലി ഇമാം പറഞ്ഞത് സ്വദഖ അബുൽ അബ്ബാസ്, അബുൽ അബ്ബാസ് സത്യമാണ് പറഞ്ഞത് എന്നാണ്. ഇതൊക്കെ മിനനുൽ കുബറയിൽ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ഖിളിർ നബി നൽകി എന്നാണ് അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു പറയുന്നത്.
മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു ഇതിൻ്റെ ഇജാസത്ത് കൊടുക്കാറുണ്ട് എന്ന് ഹില്യത്തുൽ ഔലിയയിലും കാണുന്നു. 400-450 കൊല്ലങ്ങൾക്ക് വ്യത്യാസമുണ്ട് അവർ തമ്മിൽ. എന്നിട്ടും അപ്പോൾ മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവും ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലുള്ള മഹാന്മാരായ പ്രവാചകന്മാരിൽ നിന്ന് അവർക്ക് കിട്ടിയെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു ദുആ വളരെ മുബാറക്കായൊരു ദുആയാണ്. ഇത് വേണമെങ്കിൽ PDF ആയോ അല്ലെങ്കിൽ ടെക്സ്റ്റായി നമ്മുടെ ഈ ക്ലിപ്പ് വിടുന്നതിനോട് കൂടെ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ഞാൻ പറയുന്നുണ്ട്. മുത്താലിമീങ്ങളാണല്ലോ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഇത് ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും പ്രഭാതത്തിൽ ഇത് ചെല്ലിയാൽ, ഈ രണ്ട് റിപ്പോർട്ടുകളും തമ്മിൽ ചെറിയ വാക്കുകളിൽ ചെറിയ വ്യത്യാസമുണ്ട്. മൊത്തത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെങ്കിലും ചിലതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അല്ലാഹു മഗ്ഫിർ ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹുവിൻ്റെ റിപ്പോർട്ടിലില്ല. അത് മഹാനായ അബുൽ അബ്ബാസ് മുർസി തങ്ങളുടെ ഇതിലുണ്ട്. അപ്പോൾ ഞാൻ അതിലും രണ്ട് റിപ്പോർട്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് 6 ദുആകൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നുണ്ട്. അല്ലാഹു മഗ്ഫിർ ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു മർഹം ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അസ്ലിഹ് ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഫർരിജൻ ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തജാവസൻ ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അജ്അൽനാ മിൻ ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 6 പ്രാർത്ഥനകൾ ഒരു വട്ടമെങ്കിലും പ്രഭാതത്തിൽ നിങ്ങൾ ചെല്ലണം. മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറഞ്ഞത് 10 വട്ടമാണ്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ 10 തവണ. പിന്നെ മാറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉദ്ധരണിയിൽ ഇന്ന സമയമെന്നില്ല, ഒരു ദിവസത്തിൽ ചൊല്ലി തീർത്താൽ മതി. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് പ്രഭാതത്തിൽ ഒരു വട്ടമെന്നാണ്. ഏതായാലും ആ രണ്ടേയും കൂടി സമ്മേളിപ്പിച്ചുകൊണ്ട് സാധിക്കുന്ന ആളുകൾ രാവിലെ തന്നെ 10 വട്ടം ഇത് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ രാവിലെ ഒരു തവണ നിർബന്ധമായും ചെല്ലുക. ബാക്കി സമയങ്ങളിലൊക്കെ 10 വട്ടം ഒരു ദിവസം ചെല്ലി തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാരായ ഔലിയാക്കൾ, പ്രമുഖരായ ഇമാമുമാർ, മുഹദ്ദിസുമാർ, പണ്ഡിതന്മാർ, സൂഫി വര്യന്മാർ, ആരിഫീങ്ങൾ എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിലുണ്ട്. ഇവർക്കെല്ലാം വേണ്ടിയുള്ള ദുആയാണ്. അല്ലാഹു മഗ്ഫിർ ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹു അസ്ലിഹ് ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് നീ നന്മ നൽകണമേ. അല്ലാഹു ഫർരിജൻ ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് നീ തുറസ് നൽകണമേ. അല്ലാഹു മർഹം ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് കരുണ ചൊരിയണമേ. അല്ലാഹു തജാവസൻ ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് നീ വിട്ടുവീഴ്ച നൽകണമേ. മാത്രമല്ല അല്ലാഹുമ്മ അജ്അൽനാ മിൻ ഖിയാരി ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഖിയാർ എന്ന വാക്ക് കൂടിപ്പോയിട്ടുണ്ട് റിപ്പോർട്ടുകളിലൊക്കെ. മിൻ ഉമ്മത്തി സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മുത്തുനബിയുടെ സമുദായത്തിൽ എന്നെ നീ ചേർത്ത് തരണമേ. ഈ ഒരു ദുആ നമുക്കൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.